ഹലോ ഗായ്സ്, എന്ത് കഥ? എല്ലാവർക്കും സുഖല്ലേ? നമുക്ക് സുഖമല്ലേ, നന്നായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെയും അച്ഛൻ്റെയും ഓഫാണ്. അപ്പം നമ്മ ഇന്ന് പുറത്തു പോകാനുള്ള പ്ലാനിലൊക്കെ ഉണ്ട്. അച്ഛനും അമ്മയും വന്നിട്ട് 2 ദിവസമായില്ല. അപ്പോൾ അവരെയും കൂട്ടിയിട്ട് ഒന്ന് പുറത്തു പോകാന്നുള്ള രീതിയിൽ നമ്മ ഇന്ന് രാവിലെ പ്ലാൻ ആക്കി. 2-3 സ്ഥലം പ്ലാൻ ആക്കിന്, പക്ഷെ നല്ല ചൂടല്ലേ, അതുകൊണ്ട് അറിയില്ല പോകാൻ കഴിയോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എന്നാലും ഇറങ്ങിയിട്ടുണ്ട്. ആദ്യം നമ്മൾ ഷാർജയിലേക്കാണ് ഒന്ന് പോയത്. ഔട്ട്ഡോർ ഒന്ന് പ്ലാൻ ആക്കിയിട്ടാ. ഔട്ട്ഡോർ വൈകുന്നേരം പോകാന്നുള്ള രീതിയിൽ ഇൻഡോർ പ്ലാൻ ആക്കി. ഷാർജയിൽ ഒരു റെയിൻ റൂം ഉണ്ട്. ഞാനും അച്ഛനും ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഇവർ വന്നപ്പോൾ ഒന്ന് അവിടെ പോകാന്നുള്ള രീതിയിൽ പോയി. നല്ല പൊരി വെയിലല്ലേ, അപ്പോൾ കുറച്ച് മഴയെല്ലാം കൊണ്ടിട്ട് സെറ്റാക്കാന്നുള്ള രീതിയിൽ അവിടെ പോയിട്ടാകുമ്പോഴത്തേക്ക് 1:30 എത്തിയത്. 1:30 എത്തിയിട്ടാകുമ്പോഴത്തേക്ക് അവർ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാ പറഞ്ഞു 1 hour വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ 1 മണിക്കൂർ അവിടെ വെറുതെ ഇരിക്കണ്ടല്ലോ, നമ്മൾ ചോറും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്താക്കി, ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് അടുത്തുള്ള ഏതെങ്കിലും ഹോട്ടൽ നോക്കാന്നുള്ള രീതിയിൽ നടന്ന് ഒരു 10 മിനിറ്റ് ഞാൻ പോസ്റ്റായി. നടന്ന് ലാസ്റ്റ് ഒരു ഹോട്ടൽ കിട്ടി. നല്ല ചൂട്, വേർത്ത് ഒലിച്ച് ലാസ്റ്റ് ആടന്ന് ചോറ് കിട്ടുന്ന പറഞ്ഞപ്പോൾ അവിടെ തന്നെ ചോറ് വലിയ രസമൊന്നും ഉണ്ടായിട്ടാ, പക്ഷെ ഒപ്പിച്ച് കഴിച്ചു. വിശക്കുന്നതുകൊണ്ട് നല്ലോണം. പിന്നെ അമ്മ അവിടെ എത്തിയിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് അവർ വെയിറ്റ് ചെയ്യിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താക്കി, നേരെ വിട്ടു. അതൊരു ചെറിയൊരു ഇറക്കം പോലെയാണ് സ്ഥലം. അന്ന് വീക്ക് ഡേ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ചെറിയൊരു ആശ്വാസം ഉണ്ടായിന്. വലിയ ക്യൂവും കാര്യങ്ങളൊന്നും ഉണ്ടായി. ചെറിയൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടായി. അത് ആദ്യമായിട്ട് പോകുന്നതിലേക്ക് എത്തിയപ്പോൾ ഫുള്ള് മഴയൊന്നും കൊള്ളിയില്ല. പക്ഷെ അമ്മാതിരി മഴ. സെൻസർ വെച്ചോണ്ട് നമ്മൾ ആ ചുറ്റളവിൽ മഴ പെയ്യില്ല, താഴ്ന്ന് മുകളിലോളം. അതുകൊണ്ട് മഴ അങ്ങനെ നനയില്ല, എന്നാലും കുറച്ച് നനയുന്നു. നമ്മൾ അത് കഴിഞ്ഞിട്ട് പിന്നെ പോയത് മ്യൂസിയത്തിലേക്കാണ് കേട്ടോ. മ്യൂസിയത്തിന്റെ ഉള്ളിൽ കയറിയിട്ടില്ല. പിന്നെ അത് വലിയ വർത്തായിട്ട് തോന്നിയിട്ട് ഒരിക്കൽ മുന്നേ ഞാനും അച്ഛനും കയറിയതാണ്. ഇതിന്റെ മുന്നേ ഒരു 2 കൊല്ലം മുന്നേ ആണെന്ന് തോന്നുന്നു. അതിൻ്റെ ഉള്ളിൽ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. 1 മണിക്കൂർ ഉണ്ട് ചെലവഴിക്കാൻ, പക്ഷെ വെറുതെ പൈസ പോയി എന്നേ. അതുകൊണ്ട് താഴെ കാണാൻ തന്നെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് എല്ലാവരും. പിന്നെ മുകളിൽ കയറാൻ അവർക്ക് താല്പര്യം ഉണ്ടായിട്ടില്ല. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോ എല്ലാം എടുത്തു. കുഞ്ഞിപ്പണ്ണി ഇതെല്ലാം കാണുമ്പോൾ സ്ഥിരം എക്സൈറ്റ്മെന്റും ഓട്ടവും ചാട്ടവും ഒക്കെ ആയിരുന്നു. പിന്നെ അവിടെ കുറച്ച് എനിക്കൊന്ന് എന്റർടൈനിങ് ആയിട്ട് തോന്നിയിട്ടുള്ളത്, അവിടെ ഒരു റോബോട്ട്, അതേപോലെ ഒരു ഫ്ലൈയിങ് റോബോ എല്ലാം ഉണ്ട്. അതൊക്കെ കുറച്ചും കൂടി കുഞ്ഞൊക്കെ കുറച്ചും കൂടി എന്റർടൈൻമെന്റ് ആയിട്ട് തോന്നി എനിക്ക്. അതിലവിടെ കുറച്ച് സ്പെൻഡ് ചെയ്തു. പക്ഷെ കുഞ്ഞിപ്പണ്ണി ഇതെല്ലാം പേടിച്ചിട്ട് അതിന്റെ അടുത്ത് പോലും പോയി. പിന്നെ ഉള്ളിൽ നിന്നായാലും ഫോട്ടോയിൽ എടുക്കുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പ്ലാൻ ആക്കി എന്ത് വെച്ച് കഴിഞ്ഞാൽ, ആ ബുർജ് ഖലീഫന്റെ മുന്നിലൊരു വിങ്സ് ഓഫ് മെക്സിക്കോ ഉണ്ട്. അതെല്ലാം അവരെ കാണിച്ചതിന് ശേഷം അവിടുന്ന് കുറച്ച് പിക്ക് എടുത്തിട്ട് നമ്മൾ വേഗം വീട്ടിലേക്ക് എത്തിയിട്ട് ആ ചൂട് കൊണ്ട് ഒരു രക്ഷ. വൈകുന്നേരം വീട്ടിലെത്തിയിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ ദുദ്ദും ഫാമിലിയും വന്നു. കൂടെ മുരളിയേട്ടനും ആരാധ്യം ഉണ്ടായിന്. അങ്ങനെ വൈകുന്നേരം അവരെ കൂടെ കുറച്ച് സ്പെൻഡ് ചെയ്തതിന് ശേഷം അവരൊരു 9:30-10 മണിയാകുമ്പോഴത്തേക്ക് അവരും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അവരും പോയി. പിന്നെ നമ്മളെ കുഞ്ഞു വിശേഷം കഴിഞ്ഞ് ടാറ്റ ബൈ ബൈ. പിന്നെ ദുബായിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയും ബുർജ് ഖലീഫേൻ്റെ മുന്നിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കണമല്ലോ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ എല്ലാം എടുത്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്ന്